മണ്ണാർക്കാട് ഇരുമുന്നണി സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നഗരത്തിലൂടെ പ്രകടനമായാണ് LDF, UDF മുന്നണികൾ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. നൂറുകണക്കിന് പ്രവർത്തകർ സ്ഥാനാർത്ഥികളെ അനുഗമിച്ചു. മണ്ഡലത്തിൽ താൻ നടപ്പാക്കിയ വികസനത്തിന്റെ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പെന്ന് UDF സ്ഥാനാർത്ഥി N ഷംസുദ്ദീൻ പറഞ്ഞു. പൂർണ്ണ വിജയപ്രതീക്ഷയെന്ന് LDF സ്ഥാനാർത്ഥി മൻസിൽ അബൂബക്കറും പറഞ്ഞു. രാവിലെ 11 മണിക്ക് UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ N ഷംസുദ്ദീൻ കോടതിപ്പടി പ്രതിഭാ തിയേറ്റർ പരിസരത്ത് നിന്ന് പ്രകടനമായി എത്തി പത്രിക സമർപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കളത്തിൽ അബ്ദുള്ള, ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, നിയോജകമണ്ഡലം UDF കൺവീനർ PC ബേബി, DCC സെക്രട്ടറിമാരായ PR സുരേഷ്, P അഹമ്മദ് അഷ്റഫ്, RSP നേതാവ് A അയ്യപ്പൻ, റഷീദ് ആലായൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പത്രിക സമർപ്പിച്ചത്. അസിസ്റ്റന്റ് വരണാധികാരി മണ്ണാർക്കാട് തഹസിൽദാർ A വേണുഗോപാൽ പത്രിക സ്വീകരിച്ചു. 2 സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചത്. പാർട്ടി ഒറ്റക്കെട്ടാണെന്നും വിജയം ഉറപ്പാണെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. വളരെ കുറഞ്ഞ ദിവസമേ ഉള്ളൂ. ഇവിടെ UDF വളരെ ശക്തമായി ഒരു രാഗമായി, ഒരു താളമായി എന്ന് പറയുന്ന പോലെ UDFന്റെ പ്രവർത്തനം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ നിയോജക മണ്ഡലത്തിൽ കാണാൻ സാധിക്കും. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. അത് കേരളത്തിലുടനീളം പ്രകടമാകുന്ന രാഷ്ട്രീയമാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള മത്സരമാണ്. UDF അതിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയ നിലപാടുകളാണ് ജനങ്ങളുടെ മുമ്പിലുള്ളത്. ആ രാഷ്ട്രീയ നിലപാടിനുള്ള വോട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ ഒരു പുതിയ മാറ്റം, ഒരു പുതുയുഗത്തിലേക്ക് ഈ സംസ്ഥാനത്തെ നയിക്കാനുള്ള ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഖ്യാപനം, കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ പ്രഖ്യാപനം, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ അടങ്ങുന്ന ഞങ്ങളുടെ നേതൃത്വം, പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും PJ ജോസഫും ഒക്കെ അടങ്ങുന്ന ഞങ്ങളുടെ നേതൃത്വം, അവർ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വികസന കാഴ്ചപ്പാടും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷത്തതുപോലുള്ള വികസനമല്ല. ഞാനിന്ന് ഓർക്കുന്നു, സ്മരിക്കുന്നു ഉമ്മൻചാണ്ടിയെ. അതിവേഗം ബഹുദൂരം ആ ഒരു ശൈലി. അതുപോലെ തന്നെ ഞങ്ങളുടെ ഭരണരംഗത്ത് വലിയ മാറ്റങ്ങൾ കാണിച്ചു കൊടുത്ത നിരവധി നേതാക്കന്മാരുണ്ട്. അപ്പോൾ ആ UDF ശൈലി, ശ്രീ K കരുണാകരൻ്റെയും AK ആൻ്റണിയുടെയും ഒക്കെ ശൈലി, ആ UDF ശൈലി കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ആ ഒരു മാറ്റത്തിലേക്ക് വേണ്ടി, ആ ശൈലിയിലേക്ക് വരാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിച്ചു. ഉച്ചയ്ക്ക് 12 മണിക്കാണ് LDF സ്ഥാനാർത്ഥി മൻസിൽ അബൂബക്കർ പത്രിക സമർപ്പിച്ചത്. CPI ഓഫീസ് പരിസരത്ത് നിന്ന് പ്രകടനമായി എത്തിയാണ് പത്രിക നൽകിയത്. 3 സെറ്റ് പത്രികകൾ സമർപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം UT രാമകൃഷ്ണൻ, മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി, CPI സംസ്ഥാന കമ്മിറ്റി അംഗം പണികണ്ഠൻ പട്ടുശ്ശേരി, NCP ബ്ലോക്ക് പ്രസിഡന്റ് സതകുത്തുള്ള പടലത്ത്, INL ജില്ലാ പ്രസിഡന്റ് KV അമീർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ അസിസ്റ്റന്റ് വരണാധികാരി മണ്ണാർക്കാട് തഹസിൽദാർ A വേണുഗോപാലിന് പത്രിക സമർപ്പിച്ചു. അനുകൂലമായ ഒരു തരംഗം തന്നെ ജനങ്ങൾക്കിടയിലുണ്ട്. ജനങ്ങൾക്ക് അനുഭവവേദ്യമാവുന്ന ഒരു ഭരണത്തിൻ്റെ ആനുകൂല്യം എല്ലാ ജനങ്ങൾക്കും ലഭ്യമാവുന്നു എന്നുള്ളതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം 100% ഉറപ്പാണ്. മണ്ണാർക്കാട് ഇത്തവണ ഒരു ഇടതുപക്ഷ MLA പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. അതാണല്ലോ പറഞ്ഞത്. തീർച്ചയായും ഈ ജനവിധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് അനുകൂലമായിരിക്കും. ആ ഗവൺമെൻറ്റിന് അനുകൂലമായ ഒരു MLA മണ്ണാർക്കാട് നിന്നുണ്ടാവും. പ്രചാരണ ഘട്ടത്തിൽ മുന്നിലെത്താൻ കഴിഞ്ഞോ? കാരണം അവരുടെ പ്രഖ്യാപനം വൈകി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, നടന്നു. തീർച്ചയായും ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങൾ എന്നും മികച്ചതായിരിക്കും. നമ്മുടെ സെറ്റപ്പുകൾ വളരെ വലുതാണ്. അണികൾ അല്ലെങ്കിൽ പ്രവർത്തകർ അടിത്തട്ടിൽ നിന്ന് തന്നെ നന്നായി പ്രവർത്തിച്ച് ഞങ്ങൾ ഒരുപടി മുമ്പിലെത്തിയിട്ടുണ്ട്. UDF ചില അസംതൃപ്ത വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? UDF നിന്ന് ചില അസംതൃപ്തിയുടെ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് LDF ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾ ഇടതുമുന്നണി അതിൻ്റെ കൃത്യമായ സെറ്റപ്പോടെ മുന്നോട്ട് പോവുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. ജയിച്ച ആദ്യ മുഖ്യ പ്രഥമ പരിഗണന ഏത് പ്രോജക്റ്റിനായിരിക്കും കൊടുക്കുക? ആദ്യ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 15 വർഷമായി ഇവിടെ ഒരു MLA ഉണ്ടായിരുന്നു എന്നൊരു സംശയമാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണാർക്കാട് ആനക്കട്ടി റോഡ് പാവപ്പെട്ട അട്ടപ്പാടി നിവാസികളോട് അവരുടെ വല്ലാത്ത വിഷമം നമുക്ക് കാണാനാവും. അതുകൊണ്ട് തന്നെ ആദ്യ പരിഗണന എന്ന് പറയുന്നത് മണ്ണാർക്കാട് ആനക്കട്ടി റോഡ് തന്നെയായിരിക്കും. അത് ഒരു 4 മാസത്തിനുള്ളിൽ അത് പ്രവർത്തനം ആരംഭിച്ച് പൂർത്തീകരിക്കാനാണ് ഞങ്ങൾ ഇടതുമുന്നണി ആലോചിക്കുന്നത്. കണ്ണംകുണ്ട് പാലവും അതുപോലെ തന്നെയാണ് പ്രഥമ പരിഗണന. കണ്ണംകുണ്ട് പാലത്തിലുണ്ടാവും. കഴിഞ്ഞ നമ്മുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദ മാഷ് വന്ന പ്രഭാത യോഗത്തിൽ ഈ വിഷയം ഞാൻ അന്ന് അവതരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത 3ാം ഭരണം
വന്ന ഉടൻ തന്നെ കണ്ണുകൊണ്ട് പാലം UGS Gold Loan വാർഷിക പലിശ 4% മാത്രം.